മുതലമട സ്വദേശിയായ ലോറി ഡ്രൈവർ ആലപ്പുഴയിൽ ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണു മരിച്ചത് ബാങ്കിൽ നിന്ന് റവന്യൂ റിക്കവറി നോട്ടീസ് വന്നതിന്റെ സമ്മർദ്ദം മൂലമാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കാമ്പ്രത്ത് ചള്ള പഴയപാത പുത്തൻ വീട്ടിൽ മുഹമ്മദ് ഇബ്രാഹിമിന്റെ മകൻ താജുദ്ദീൻ ആണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. താജുദ്ദീൻ കൊയ്ത്തു യന്ത്രം കൊണ്ടുപോകുന്ന ലോറിയുടെ ഡ്രൈവറാണ്. തിങ്കൾ രാവിലെ 10 മണിയോടെ ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ പാടത്ത് വെച്ചു ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിശോധനയിൽ മരണം സ്ഥിരീകരിച്ചു. ഹൃദയാഘാതം മൂലമാണ് മരണമെന്ന് വിലയിരുത്തി ഹരിപ്പാട് പോലീസ് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനു കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് കേരള ബാങ്കിന്റെ കാമ്പ്രത്ത് ചള്ള ശാഖയ്ക്ക് മുന്നിൽ നിർത്തി ബന്ധുക്കളും നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും പ്രതിഷേധിച്ചു. താജുദ്ദീന്റെ ഭാര്യയുടെ പേരിൽ ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് റിക്കവറി നോട്ടീസ് അയച്ചിരുന്നു. പണം അടയ്ക്കാൻ അവസാന തീയതി നിർദ്ദേശിച്ച ദിവസമാണ് കുഴഞ്ഞു വീണു മരിച്ചതെന്ന് പ്രതിഷേധിച്ചവർ പറഞ്ഞു.